സ്റ്റിച്ചിങ് സ്റ്റുഡിയോ ഇന്ന് നമുക്ക് പട്ടുപാവാടയുടെ പ്ലീറ്റ്സ് ഒക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാ പ്ലീറ്റ്സും ഒരുപോലെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണേന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യാൻ അതിനൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മെഷർമെന്റ് എടുത്ത് കാര്യങ്ങൾ എടുത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെ നമുക്ക് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് രണ്ട് കേസാണ് വേണം. ഒന്ന്, നമ്മുടെ കയ്യിൽ ഫാബ്രിക് ഉണ്ട്, അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ അളവുകൾ എടുക്കണം, എത്ര പ്ലേറ്റ്സ് എടുക്കണം, ഇൻടേക്ക് കൊടുക്കണം എന്നൊക്കെ നോക്കാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കേസ്, നമ്മുടെ കയ്യിൽ ഫാബ്രിക് ഇല്ല, നമുക്ക് പുതിയതായിട്ട് വാങ്ങണം, അപ്പൊ എത്ര മീറ്ററോളം മെറ്റീരിയൽ നമ്മൾ വാങ്ങണം എന്നുള്ളത്. അങ്ങനെ രണ്ട് കേസാണ് വേണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. എൻ്റെ കയ്യിൽ ഫാബ്രിക് ഉണ്ട്, അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ അളവുകൾ എടുക്കണം എന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് കേസാണ്, ഫാബ്രിക് കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ അത് നമ്മുടെ കയ്യിൽ എത്ര മീറ്ററോളം ഫാബ്രിക് ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ എൻ്റെ കയ്യിലൊരു 4 മീറ്ററോളം മെറ്റീരിയൽ ഉണ്ട്. 4 മീറ്ററാണ് എൻ്റെ കയ്യിലുള്ള ഫാബ്രിക് എങ്കിൽ അതിനെ നമ്മൾ ഈ മീറ്ററിനെ ഇഞ്ചസിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം 4 മീറ്ററിനെ ഇഞ്ചിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 158 ഇഞ്ചസാണ് വരണത്. ഇപ്പം 158 ഇഞ്ചസാണ് കിട്ടണേ. ഇത് നമുക്ക് ഗൂഗിളിൽ കൺവേർട്ട് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് എനിക്ക് വേണ്ടത് ഇവിടെ ഒരു 30 ഇഞ്ചാണെന്ന് വയ്ക്കാം. വേസ്റ്റ് റൗണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ പറയണം കേട്ടോ ഞാൻ. വേസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് എത്രയാണോ വരണേ അത്. വേസ്റ്റ് റൗണ്ട് എനിക്ക് ഇവിടെ 30 ഇഞ്ചസാണ് വരണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് പ്ലീറ്റ് സൈസാണ്. പ്ലീറ്റ് സൈസ് നിങ്ങൾക്ക് എങ്ങനെയാണോ എത്ര ഇഞ്ചിലാണ് പ്ലീറ്റ്സ് വേണ്ടത് അതാണ് പ്ലീറ്റ് സൈസ്. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ പാവാടയ്ക്ക് 1 ഇഞ്ചിലാണ് പ്ലീറ്റ്സ് വേണ്ടത്. അപ്പോൾ പ്ലീറ്റ് സൈസ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കുന്നതാണ് പ്ലീറ്റ്സ് ഇൻടേക്ക്. അതായത് നമ്മൾ ഒരു പ്ലീറ്റ് എടുത്തിട്ട് എത്രത്തോളം നമ്മൾ തുണി മടക്കി ഉള്ളിലേക്ക് കൊടുക്കണം, അതാണ് പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇത് പിടിക്കാനാണ് നമുക്കുള്ള ഇക്വേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ മെറ്റീരിയൽ വേസ്റ്റ് ആവില്ല. നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ എല്ലാ പ്ലീറ്റ്സും ഒരുപോലെയും കിട്ടും. ഇപ്പോൾ പ്ലീറ്റ് ഇൻടേക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട്. അത് ഫാബ്രിക് ലെങ്ത്ത് മൈനസ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ്. ഇതാണ് ഇക്വേഷൻ വന്നത്, നമ്പർ ഓഫ് പ്ലീറ്റ്സ്. ഇതിൽ ഫാബ്രിക് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ 158 ഇഞ്ച് എടുത്തില്ലേ, അതാണ് നമ്മുടെ ഫാബ്രിക് ലെങ്ത്. വേസ്റ്റ് റൗണ്ട് 30 ഇഞ്ചും. നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇപ്പോൾ 1 ഇഞ്ച് വെച്ചിട്ടാണെങ്കിൽ പ്ലീറ്റ്സ് എടുക്കണമെങ്കിൽ 30 ഇഞ്ചസിൽ എങ്ങനെ പോയാലും 30 പ്ലീറ്റ്സ് തന്നെയാണ് കിട്ടുള്ളൂ. ഇനി അതല്ല കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു ഇക്വേഷൻ, നമ്പർ ഓഫ് പ്ലീറ്റ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഈസ് ഈക്വൽ ടു വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ പ്ലീറ്റ് സൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വന്നത് വേസ്റ്റ് റൗണ്ട് എത്രയാണ്, 30 ആണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ പ്ലീറ്റ് സൈസ് 1 വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30 ആണ്. അപ്പം നമുക്ക് നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇവിടെ കിട്ടുന്നത് എത്രയാണ്, 30 ആണ്. അപ്പോൾ ഇനി നമുക്ക് പ്ലീറ്റ് ഇൻടേക്ക് നോക്കാം. പ്ലീറ്റ് ഇൻടേക്ക് ഈക്വേഷനിലേക്ക് നമുക്ക് ഈ അളവുകളൊക്കെ അപ്ലൈ ചെയ്യാം. ഫാബ്രിക് ലെങ്ത്ത് വന്നത് 158 മൈനസ് വേസ്റ്റ് റൗണ്ട് വന്നത് 30 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്ര കിട്ടിയത് നമുക്ക് 30 ആണ്. അപ്പോൾ 30 ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വന്നത് 4.26 ആണ് വന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്ലീറ്റ് ഇൻടേക്ക് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ പ്ലീറ്റ് സൈസ് 1 വന്നാൽ നിങ്ങൾക്ക് 2 ആണ് വരണമെങ്കിൽ, പ്ലീറ്റ് സൈസ് 2 ആണ് കിട്ടണമെങ്കിൽ, അല്ല നിങ്ങളുടെ പ്ലീറ്റ്സ് 2 ഇഞ്ചിലാണ് വേണ്ടെങ്കിൽ ഇവിടെ 30 ഡിവൈഡഡ് ബൈ 2 കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ 15 വരും. അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ അളവിനനുസരിച്ചാണ് ഇവിടുത്തെ വരെ. ഓക്കെ, ഇനി ഇതെങ്ങനെ ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫാബ്രിക്കിൽ ഇപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ മാത്രമായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോലെ വിടാം. പിന്നെ അടുത്തത് നമ്മുടെ പ്ലീറ്റ് സൈസ് 1 ഇഞ്ച്. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റ് സൈസ് 2 ഇഞ്ചാണെങ്കിൽ ഇവിടെ 2 ഇഞ്ചോളം വിടണം. അപ്പോൾ എനിക്കിവിടെ 1 ഇഞ്ചാണ്, ഞാൻ പ്ലീറ്റ് സൈസ് എടുക്കണതുകൊണ്ട് 1 ഇഞ്ച് വിട്ടു. അടുത്തത് നമ്മുടെ
പ്ലീറ്റ് ഇൻടേക്ക് എത്രയാണ് വന്നേ? 4.26 ആണ് വന്നത്. അപ്പം 4.26 എടുത്തു. പിന്നെ കേട്ടോ കാണുന്നില്ല നിങ്ങൾക്ക് ശരിക്കും. 4.26 ഇവിടെ എടുത്തു. അടുത്തത് പിന്നെ നമ്മുടെ പ്ലീറ്റ് സൈസ് 1 ഇഞ്ച് വരും. പിന്നെ എത്രയാണോ പ്ലീറ്റ് ഇൻടേക്ക് വന്നത്, പ്ലീറ്റ് ഇൻടേക്ക് എത്രയാണോ വന്നത് അത് കൊടുക്കണം. 4.26 തന്നെ എടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് പോകേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഉള്ളിലേക്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ 4.26 വന്നേക്ക് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അടുത്തത് ഈ 1 ഇഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 4.26 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കൊടുക്കാം. കഴിയാറ് ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് ഓരോ പ്ലീറ്റ്സ് ഇട്ട് പോകാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് 1 ഇഞ്ചിൽ തന്നെ പ്ലീറ്റ്സും കിട്ടും. ഉള്ളിലേക്ക് ഇത്ര വെച്ചിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് നോക്കുന്നത്. ഇനി അടുത്തത് വന്നതാണ് ഫാബ്രിക് എത്ര വേണമെന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഫാബ്രിക് കാൽക്കുലേഷൻ വന്നത്, ഇപ്പോൾ വേസ്റ്റ് റൗണ്ട് നമുക്ക് സാധാ പോലെ തന്നെ നമുക്ക് എത്രയാണ് വേസ്റ്റ് റൗണ്ട് വന്നത്. അപ്പോൾ എനിക്ക് 30 ഇഞ്ചാണ് വന്നത്. അതുപോലെ പ്ലീറ്റ് സൈസും നമുക്കറിയാം, നമുക്ക് എത്രയാണോ പ്ലീറ്റ് സൈസ് വേണ്ടത് അത് 1 ഇഞ്ചാണ് വേണ്ടത്. ഇനി ഫാബ്രിക് എത്ര വേണ്ടതെന്ന് നോക്കാം. അതിനുള്ള ഇക്വേഷനാണ് ഫാബ്രിക് നീഡഡ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇൻറ്റു number of pleats into pleat intake plus waste round. Okay, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്രയാണ്, നമ്മുടെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ നമുക്കിവിടെ 30 ആണ് വരാം. 30 ഇൻറ്റു പ്ലീറ്റ് ഇൻടേക്ക് നമ്മൾ അസ്യൂം ചെയ്യണതാണ് കേട്ടോ. നമുക്കിവിടെ മെറ്റീരിയൽ ഇല്ല കറക്റ്റായിട്ട് നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എത്ര ഇൻടേക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ എടുക്കാം. എനിക്കിപ്പോഴും 4 ഇഞ്ചോളം ഇൻടേക്ക് പോകണം. അപ്പം 4 എടുത്തു പ്ലസ് 30. ഇവിടെ എത്ര വരും? 120 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 150. ഇനി ഈ 150 ആണ് നമുക്ക് കിട്ടിക്കണേ. ഇത് ഇഞ്ചസിലാണ് കേട്ടോ കിട്ടിക്കണേ. ഇനി ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 150 ഇൻറ്റു മീറ്റർ. അപ്പോൾ വരണത് 150 മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.75 ആണ് കിട്ടുക. ഒന്നുമില്ല, നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 150 ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് കിട്ടണേ? അതാണ് നമ്മുടെ അളവ്. 3.75 ആണ് കിട്ടണത്. അപ്പോൾ ഇത്രയും മീറ്റർ ഫാബ്രിക്കാണ് 30 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് വന്ന ഒരാൾക്ക് 4 ഇഞ്ചോളം പ്ലീറ്റ് ഇൻടേക്ക് എടുത്തിട്ട് വരുന്ന ഫാബ്രിക്. അപ്പം ഇങ്ങനെയൊക്കെ ഈ കാൽക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ മെറ്റീരിയൽ വാങ്ങി കാശ് കളയണ്ട. നമ്മൾ ചിലപ്പോൾ ഒരുപാട് നമുക്ക് അളവറിയാണ്ട് ഒരുപാട് മെറ്റീരിയൽ വാങ്ങും. അപ്പം അത്രത്തോളം നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ ഈ ഒരു മെഷർമെൻ്റൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ നിങ്ങളുടെ കാശ് നഷ്ടം വരില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ.